നമസ്കാരം, എല്ലാവർക്കും റെഡ് റോസസിലേക്ക് സ്വാഗതം. എങ്ങനെയുണ്ട് മഴ? നല്ല മഴ അല്ലേ? എല്ലാവർക്കും സുഖല്ലേ? കർക്കിടക മാസം ഏകദേശം കഴിയാറായി അല്ലേ? ഞാൻ കുറേ വീഡിയോസൊക്കെ ചെയ്യണമെന്ന് വിചാരിച്ചു, പക്ഷേ എനിക്ക് അതിനൊന്നും സാധിച്ചില്ല. നല്ലൊരു പനിയൊക്കെ കണ്ട് പിടിച്ചു. ഒരു 10-16 ദിവസമാണ് വയ്യാതെ. ഇപ്പോൾ കുഴപ്പമില്ല, ഇപ്പോൾ പഴയതുപോലെ തന്നെ എനർജിയൊക്കെ വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കർക്കിടക മാസത്തിൽ എന്തെങ്കിലും ഒരു റെസിപ്പി ഇടണ്ടേ അല്ലേ? അപ്പോൾ ഞാൻ ഇന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ട് ഒരു സ്പെഷ്യൽ മെഴുക്ക് പുരട്ടിയാണ് ഉണ്ടാക്കുന്നത്. നമ്മളുടെ ക്യാപ്സിക്കവും കൂണും കൂടിയിട്ട്. ഇറച്ചി മീനും നമ്മൾ കഴിക്കില്ലല്ലോ, ഒരു മാസം എന്തായാലും ഇത് കഴിയണവരെ നമ്മൾ കഴിക്കില്ലല്ലോ. അപ്പോൾ നമുക്ക് ആ കൂണും ക്യാപ്സിക്കം വെച്ച് നല്ലൊരു മെഴുക്ക് പുരട്ടി ഉണ്ടാക്കിയാലോ? സമയം കളയേണ്ട, വേഗം അടുക്കളയ്ക്ക് പോയിട്ട് മെഴുക്ക് പുരട്ടി ഉണ്ടാക്കാം കേട്ടോ. അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ വേണ്ടതെന്ന് ഞാൻ ഉണ്ടാക്കുമ്പോൾ പറയാം കേട്ടോ. കുറച്ച് വെളിച്ചെണ്ണ ഒഴിക്കാം, ഒരു ടേസ്റ്റ് വ്യത്യാസത്തിന് വേണ്ടിയിട്ട്, അതായത് ടേസ്റ്റ് ഒന്ന് കൂടാൻ വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിക്കാം. കുറച്ച് മതി. അപ്പോൾ നമ്മളെ നെയ്യൊക്കെ കണ്ട് മെൽട്ടായി. ഇതിലേക്ക് നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഈ കടുക് പൊട്ടുമ്പോൾ നമുക്ക് ഒരു ലിഡോണ്ട് അടച്ചു കൊടുക്കാം. അപ്പോൾ പിന്നെ കടുക് 4 ഭാഗത്തേക്കും തെറിക്കില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് വെളുത്തുള്ളി, ഒരു 6 വെളുത്തുള്ളിയുടെ അല്ലി, ഒരു പച്ചമുളക്, ഒറ്റ പച്ചമുളക് ഞാൻ ചേർക്കുന്നുണ്ട്. കാരണം എന്താ വെച്ചാൽ ഈ പച്ചമുളകിന് ഭയങ്കര എരിവാണ്. ഇത് കാരണം ഒരൊറ്റ ഒന്ന് ചേർത്താൽ മതി. വെളുത്തുള്ളി ഒന്ന് നന്നായിട്ട് മൂക്കട്ടെ. വെളുത്തുള്ളി മൂക്കുമ്പോൾ ഒപ്പം പച്ചമുളകും മൂത്തോളും. നമ്മുടെ വെളുത്തുള്ളി ഇവിടെ മൂത്തു. അതിലേക്ക് നമുക്ക് സവാള ഇട്ടു. കൂണ എങ്ങനെ വെച്ചാലും എനിക്ക് ഭയങ്കര ഇഷ്ടം. മെഴുക്ക് പുരട്ടി എന്ന് പറഞ്ഞാൽ അത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒന്നാണ് അല്ലേ? മെഴുക്ക് പുരട്ടി ഇല്ലെങ്കിൽ നമുക്ക് ഊണ് കഴിക്കാൻ വല്ല രസം ഉണ്ടാകും. ഒരു രസവും. ഇത് എത്ര സിമ്പിളാണ് ഉണ്ടാക്കാൻ. വെള്ളമൊന്നും അധികം ഒഴിക്കേണ്ട ആവശ്യമില്ലല്ലോ. കൂണിൽ നല്ലോണം വെള്ളം ഉണ്ടല്ലോ. പിന്നെ ഇറച്ചി മീനൊന്നും നമ്മൾ കർക്കിടക മാസത്തിൽ കഴിക്കാത്ത കാരണം ഇറച്ചിക്ക് സമമാണ് ഈ കൂണ് അല്ലേ? അപ്പോൾ നമുക്ക് എത്ര കഴിച്ചാലും മതിയാവാത്തതാണ് മഷ്റൂം. പെട്ടെന്ന് ദഹിക്കുകയും ചെയ്യും. വൈറ്റമിനൊക്കെ നല്ലതുണ്ട്. ഇത് ഞാൻ എല്ലാ വീഡിയോസിലും പറയണതാണ്. ഈ പറഞ്ഞത് ആവർത്തിക്കാൻ എനിക്ക് യാതൊരു താല്പര്യമില്ല. പിന്നെ എന്തെങ്കിലുമൊക്കെ കൂണിനെ പറ്റി പറയണ്ടേ. ഇതിലേക്ക് നമുക്ക് ഉപ്പിട്ട് കൊടുക്കാം കേട്ടോ. ഉള്ളി ചുവന്ന് കഴിഞ്ഞാൽ നമുക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ഉള്ളി ഇവിടെ മൂത്തു. അതിലേക്ക് ക്യാപ്സിക്കം ഇട്ട് കൊടുക്കാം. ക്യാപ്സിക്കം ഒന്ന് നന്നായിട്ടേ അതിൻ്റെ ആ റോ ടേസ്റ്റ് നന്നായിട്ടൊന്ന് മാറി കിട്ടണം. ക്യാപ്സിക്കം വേണമെങ്കിൽ നിങ്ങൾക്ക് ഒഴിവാക്കാം കേട്ടോ, നിർബന്ധമൊന്നുമില്ല. ഞാനൊരു വെറൈറ്റിക്ക് വേണ്ടിയിട്ട് ക്യാപ്സിക്കം ഇട്ടതാണ്. ക്യാപ്സിക്കം ഒന്ന് ഇളക്കിയതിന് ശേഷം നമുക്കൊന്ന് അടച്ചു വയ്ക്കാം. ഇതിലൊക്കെ നന്നായിട്ട് വെള്ളം ഉണ്ട്, അത് കാരണം വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. പണ്ടൊക്കെ നമുക്ക് ഇടി വെട്ടിയാൽ പറമ്പിലൊക്കെ നല്ലോണം കൂണുണ്ടായിരുന്നു. ഈ അരിക്കൂൺ അങ്ങനെയൊക്കെ ചെറിയ കൂണുകളൊക്കെ ഉണ്ടായിരുന്നില്ലേ? അന്നൊന്നും നമുക്ക് കൂൺ കഴിക്കാൻ ഒരു പേടി ഉണ്ടായിരുന്നില്ല അല്ലേ? നമ്മൾ ആ കൂണൊക്കെ അന്ന് കഴിച്ചു തരുന്നില്ലേ? ഇപ്പോൾ നമ്മൾ അങ്ങനത്തെ കൂണുകളൊന്നും കഴിക്കില്ല, പേടിയാണ്. നമുക്ക് ഛർദി, വയറിന് വല്ല അസുഖങ്ങൾ ഒക്കെ വരിക, നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടുകൾ ചിലപ്പോൾ ഉണ്ടാവാറുണ്ട് ആൾക്കാർക്ക്. അത് ചിലപ്പോൾ പറയും വിഷക്കൂണാണെന്ന്, നമുക്കറിയില്ല. അത് കാരണം നമ്മളിപ്പോൾ അങ്ങനത്തെ കൂണുകളൊന്നും ആരും യൂസ് ചെയ്യില്ല അല്ലേ? ഞാൻ കഴിക്കാറില്ല കേട്ടോ, എനിക്ക് പേടിയാണ്. പണ്ട് എൻ്റെ വീട്ടിലുള്ളപ്പോൾ ഇങ്ങനെ കൂൺ പറിക്കാൻ വേണ്ടി പോവും. അപ്പോൾ അമ്മ പറയും, മുണ്ടാതെ പറിക്കണം കേട്ടോ, ശബ്ദം ഉണ്ടാക്കാതെ പറിച്ചോളൂ, എന്നാലേ അത് അവിടെ ഉണ്ടാവുള്ളൂ അടുത്ത കൊല്ലവും എന്ന്. പെട്ടെന്ന് വിരിഞ്ഞു പോകുമെന്ന്. വിരിഞ്ഞ കൂണുകളൊന്നും നമ്മൾ എടുക്കില്ല കേട്ടോ, ഈ മുട്ടുകളാണ് എടുക്കുക. മുളയുണ്ട് വീട്ടിലെ, അപ്പം മുളയുടെ ചുവട്ടിൽ തണലിലാണ് നിറയെ കൂണുണ്ടാവാറ്. മുളം ചുവട്ടിലൊക്കെ നല്ലോണം കൂണുണ്ടാവും. അതൊക്കെ വെച്ച് കറി വെച്ചിരുന്നു. ഇപ്പോൾ എനിക്ക് അതൊക്കെ ഭയങ്കര പേടിയാണ്. അപ്പോൾ കൂൺ കണ്ടാൽ തന്നെ ഞാൻ ആ ഭാഗത്തേക്ക് നോക്കില്ല. ഷോപ്പിൽ നിന്ന് വാങ്ങുക, നമ്മൾ ഉണ്ടാക്കുക, അത്രയേ ഉള്ളൂ. ക്യാപ്സിക്കം എങ്ങനെയായി നോക്കാം. അതൊന്ന് വെന്ത് കിട്ടിയിരിക്കണോ. ഇതിലേക്ക് മല്ലിപ്പൊടി, 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 3/4 ടീസ്പൂൺ മുളക് പൊടി, ഒരു ആവശ്യത്തിന്, ഓരോരുത്തരുടെ ആവശ്യത്തിനനുസരിച്ച് മഞ്ഞൾപ്പൊടി, കുറച്ച് ഗരം മസാല. അതൊക്കെ ഓരോരുത്തരുടെ ടേസ്റ്റിനും ആവശ്യത്തിനും അനുസരിച്ച് ഇട്ടോളൂ കേട്ടോ. ഗരം മസാല കൂടിയാലേ നമ്മുടെ വായയിൽ ഒരു ആഫ്റ്റർ ടേസ്റ്റ് വരും. അപ്പോൾ അത് അധികം വേണ്ട. ഇതിങ്ങനെ ആയില്ലേ, നമുക്ക് ഈ മഷ്റൂം കൊണ്ട് ഇട്ട് കൊടുക്കാം.
മഷ്റൂമിൽ വെള്ളമുണ്ട്, അപ്പോൾ പിന്നെ വെള്ളം ചേർക്കേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒന്ന് ഇളക്കിയതിന് ശേഷം വേണം നമുക്കൊന്ന് തെളിച്ചു കൊടുക്കാം. നമുക്ക് എല്ലാം കൂടി ഒന്നാണ്ട് മിക്സാക്കാം. കുരുമുളക് പൊടി വേണ്ടവർക്ക് ഇടാട്ടോ. ഞാൻ കുരുമുളക് പൊടി ചേർക്കാത്ത എന്താ വെച്ചാൽ പച്ചമുളകിൻ്റെ എരിവുണ്ടല്ലോ എൻ്റെ ഭഗവാനെ, ഭയങ്കര എരിവാണ്. എനിക്കിത് ഇന്നലെ തന്നെ ഒരു കറി വെച്ചപ്പോൾ അബദ്ധം പറ്റി. പച്ചമുളക് ഇട്ടതാണ്, അറിയില്ല അതിൻ്റെ എരിവ്, അത്രയും എരിവുണ്ട്. നമ്മളുടെ വീട്ടിൽ ആദ്യമായിട്ടുണ്ടായ ഒരു പച്ചമുളകാണ് ചെടിയുമ്പിൽ, പിന്നെ അതിന് ഭയങ്കര എരിവുണ്ട്. ഒന്നാണ്ട് അടച്ച് വെക്കാം കേട്ടോ. അപ്പം അതിന് വെള്ളം ഇറങ്ങി വരും. അപ്പോൾ നമ്മുടെ മെഴുക്കുവരട്ടി എങ്ങനെയുണ്ട് നോക്കാം. മെഴുക്കുവരട്ടിയുടെ വെള്ളമൊക്കെ വറ്റി അത്യാവശ്യം ഡ്രൈ ആയിരിക്കണം, കണ്ടില്ലേ. ഇത് ഞാൻ വെള്ളം ഒഴിച്ചിട്ടില്ല കേട്ടോ. ഇതിലേക്ക് നമുക്ക് വേണമെങ്കിൽ കുറച്ച് മല്ലിയില ഇട്ട് കൊടുക്കാം. നിങ്ങൾക്കിപ്പോൾ മല്ലിയിലയ്ക്ക് പകരം കറിവേപ്പിലയാണെന്ന് വെച്ചാൽ അത് ഇട്ട് കൊടുക്കാം കേട്ടോ. ഞാൻ കറിവേപ്പില പൊട്ടിച്ച് കൊണ്ടുവരാൻ മറന്നു. കറിവേപ്പിലയ്ക്ക് ഞാൻ ഇപ്പോൾ മുറ്റത്ത് പോകണ്ടേ, അപ്പോൾ ഫ്രിഡ്ജിൽ മല്ലിയില ഉണ്ടായിരുന്നു. കറിവേപ്പില ഞാൻ അപ്പം കറിവേപ്പിൽ നിന്ന് പൊട്ടിക്കേ ചെയ്യുള്ളൂ, ഫ്രിഡ്ജിൽ കൊണ്ട് വയ്ക്കാറില്ല. നമ്മളുടെ മെഴുക്കുവരട്ടി ഇവിടെ റെഡിയായി. ഇതിൽ വേണമെങ്കിൽ നിങ്ങൾക്ക് കോഴിമുട്ട ഇടാം, തക്കാളി ചേർക്കാം, അതൊരു മസാല പോലെ വെക്കാം. പക്ഷേ ഞാനിത് നമ്മളുടെ തനതായ പഴയ രുചിയിലൊന്നും ഉണ്ടാക്കാമെന്ന് വെച്ചു. പലതരത്തിൽ ഞാൻ കൂണുണ്ടാക്കിയിട്ടുണ്ട്, അത് കാരണം ഞാൻ അങ്ങനെ ഉണ്ടാക്കിയത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുന്നതിന് ഒരു സിമ്പിൾ റെസിപ്പിയാണ്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല. ഇനി നമുക്ക് ഇത് അടച്ച് വയ്ക്കാം, ഗ്യാസ് ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് എൻ്റെ റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. ഇനി പുതിയ റെസിപ്പിയായിട്ട് ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് ഓണത്തിന് വരും. അതിനെ എന്നെ ദൈവം അനുഗ്രഹിക്കട്ടെ. എനിക്ക് അസുഖം മാറിയിട്ട് കുറച്ച് ദിവസമായിട്ടുള്ളൂ, പനിയൊക്കെ മാറിയിട്ട് ആരോഗ്യം ഞാൻ വീണ്ടും എടുത്ത് വരണേ ഉള്ളൂ. അത് കാരണമാണ് കുറേ ദിവസം റെസിപ്പി ഇടാതെ ഇങ്ങനെ ലാഗ് വന്നത്. എന്തായാലും എനിക്ക് എൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടാൻ തുടങ്ങി. ഇനി നമുക്ക് പുതിയ റെസിപ്പി തുടങ്ങാം. എല്ലാവർക്കും എൻ്റെ വക അഡ്വാൻസായി ഞാൻ ഹാപ്പി ഓണം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ കൂൺ മെഴുക്കുവരട്ടി ഇഷ്ടപ്പെട്ടില്ലേ? വളരെ എളുപ്പമല്ലേ ഉണ്ടാക്കാൻ? എന്തൊക്കെ റെസിപ്പി കൂണുകൊണ്ട് നമ്മൾ ഉണ്ടാക്കാൻ കിടക്കണു അല്ലേ? എത്ര എളുപ്പമാണ്. അപ്പോൾ നമുക്ക് പുതിയ റെസിപ്പിയായിട്ട് എത്രയും പെട്ടെന്ന് ഞാൻ നിങ്ങളുടെ മുമ്പിൽ വരും. നിങ്ങൾക്ക് എൻ്റെ കൂൺ മെഴുക്കുവരട്ടി ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. എല്ലാവരും ട്രൈ ചെയ്തിട്ടുണ്ടാവും. എന്നാലും എൻ്റെ ഒരു സന്തോഷത്തിന് പറയണത് നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. എന്തെങ്കിലും സജഷൻ ഉണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോളൂ. ഇനി നമുക്ക് പുതിയ വീഡിയോ ആയിട്ട് തന്നെ അടുത്ത് കാണാം കേട്ടോ. എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.